So chapter number 2, what it is? Components of food. So what you learned in your first chapter, you have made a list of the food items that we eat, right? You also identified food items eaten in different parts of India. Okay. നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ വി കൺസ്യൂം ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിരിക്കത്തില്ല നോർത്തിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ കഴിക്കുക. ഓക്കെ. സോ എന്തൊക്കെയാണ് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വാട്ട് ഓൾ വി ഈറ്റ് റൈസ്, സാമ്പാർ, വെജിറ്റബിൾ ഉണ്ടാവും, വെജിറ്റബിൾ ലൈക്ക് തോരൻ, അവിയൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ നമ്മൾ എന്താവും, ഫിഷ് ഉണ്ടാവും, പിന്നെ മീറ്റ് ഉണ്ടാവും, അങ്ങനത്തെ ഐറ്റംസ് ആണ് നമ്മളിവിടെ കേരളത്തിൽ സാധാരണ കഴിക്കുന്നത്. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇഡലി, ദോശ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അതേസമയം നോർത്തിൽ പോവുകയാണെങ്കിൽ എങ്ങനെയാണ്, അവരുടെ മീൽ കൺസിസ്റ്റ് ഓഫ് എവറി ഡേ ദേ കൺസ്യൂം വാട്ട് ചപ്പാത്തി എല്ലാ ദിവസവും അവരുടെ ഡെയിലി ഇതിലുണ്ടാവും അല്ലെ, ചപ്പാത്തി. പിന്നെ ഉള്ളത് എന്താണ്, ദാൽ, പരിപ്പ്. അവരുടെ ഒഴിച്ചുവിടാൻ പറ്റാത്ത വേറൊരു ഐറ്റമാണ് ദാൽ. സോ ചപ്പാത്തി, ദാൽ, ദെൻ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വെജിറ്റബിൾ കറി, അതൊക്കെ അവരുടെ ഫുഡിലുണ്ടാവും. സോ ഇന്ത്യയിൽ തന്നെ നോക്കുവാണെങ്കിൽ വി കൺസ്യൂം ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് അല്ലേ. സോ വാട്ട് നമ്മുടെ എന്താ പറയാ, ഡെയിലി നമ്മുടെ ഫുഡിൽ, നമ്മുടെ മീൽസ് കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ഡെയിലി ഒരു കൈൻഡ് ഓഫ് ഗ്രെയിൻ വി കൺസ്യൂം അല്ലേ. ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ ഏതല്ലേ. സോ ഫോർ എക്സാമ്പിൾ വി കൺസ്യൂം റൈസ് അല്ലെങ്കിൽ നോർത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു വീറ്റ്. സോ എവറി ഡേ വി കൺസ്യൂം അറ്റ്ലീസ്റ്റ് വൺ ഐറ്റം മെയ്ഡ് ഓഫ് സം കൈൻഡ് ഓഫ് ഗ്രെയിൻ. ഇപ്പൊ മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട്. സോ ഇറ്റ് അഗെയിൻ കൺസിസ്റ്റ് റൈസ് ഉണ്ട്, then ഉഴുന്നുണ്ട് അതിനകത്ത് അല്ലേ. സോ യൂഷ്വലി വി കൺസ്യൂം അറ്റ്ലീസ്റ്റ് വൺ ഐറ്റം മെയ്ഡ് ഓഫ് സം കൈൻഡ് ഓഫ് ഗ്രെയിൻ. സോ വേറെ എന്തൊക്കെ ഐറ്റംസ് നമ്മൾ കഴിക്കുന്നുണ്ട്? അതർ ഐറ്റംസ് കുഡ് ബി ലൈക്ക് ദാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് ലൈക്ക് ഫിഷ് ഉണ്ടാവും, മീറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ഗ്രെയിൻ ഉണ്ട്, നോൺ വെജ് ഐറ്റംസ്, മീറ്റ് ഉണ്ട്, ഫിഷ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ എന്താ കഴിക്കുന്നത്? വേറെ നമുക്ക് നമ്മുടെ ഫുഡിലുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? മോര്, തൈര്, കേർഡ്, ബട്ടർ മിൽക്ക് അല്ലെ. അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് എന്താണ്, ലൈക്ക് പിക്കിൾസ് ഉണ്ടാവും അല്ലെ. അങ്ങനത്തെ. അപ്പൊ ഒരു ദിവസം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത് അൺഅവോയ്ഡബിൾ സബ്സ്റ്റൻസ് വാട്ട് വി കൺസ്യൂം ഡെയിലി ഈസ് ലൈക്ക് വൺ കൈൻഡ് ഓഫ് ഗ്രെയിൻ. ഓക്കെ. സോ അതർ ഐറ്റംസ് ഈസ് ലൈക്ക് നോൺ വെജ് ഐറ്റം, മീറ്റ്, ഐദർ മീറ്റ് ഓർ ഫിഷ്, അല്ലെങ്കിൽ വെജ് ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾസിന്റെ എന്തെങ്കിലും വെറൈറ്റി ഓഫ് ഫുഡ് ലൈക്ക് കറി ഉണ്ടാവും, ലൈക്ക് തോരൻ, അവിയല നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ സോ ദീസ് ആർ ദ കൈൻഡ് ഓഫ് ഫുഡ് വി കൺസ്യൂം ഡെയിലി. സോ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി അവിടെ ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ബുക്കിൽ. സോ ഇറ്റ് ഈസ് ലൈക്ക് ഐ വിൽ ഷോ യു ആഫ്റ്റർ ദിസ് ക്ലാസ് വാട്ട് യു നീഡ് ടു ഡു. So then now we will see what do different food items contain. Okay. So now I will share you the screen with you. So now we will see what are the components of food, like what do different food items contain. So what it is, each food items contain one or more ingredients which is of plant or animal origin. Like നമ്മുടെ food items-ൽ it contains one or more ingredients അല്ലേ. നമ്മുടെ ഫുഡിൽ ഇപ്പൊ ഡെയിലി, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മുടെ ഫുഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഏതെങ്കിലും ഒരു ഗ്രെയിൻ കഴിക്കുന്നുണ്ട്, നോൺ വെജ് അല്ലെങ്കിൽ മീറ്റ് അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ വെജിറ്റബിൾസ്. സോ ദീസ് ആർ ഓൾ വാട്ട് ഈസ് ഇറ്റ്സ് ഒറിജിൻ. ഇഫ് യു ഈറ്റ് ഗ്രെയിൻ റൈസ് ഒക്കെ ആണെങ്കിൽ വാട്ട് ഇറ്റ് ഈസ് പ്ലാന്റ് ഒറിജിൻ അല്ലേ. പിന്നെ ഉള്ളത് നോൺ വെജ് ഐറ്റംസ്, മീറ്റ് അല്ലെങ്കിൽ ഫിഷ് ആണ്, ഇറ്റ് ഈസ് ലൈക്ക് ആനിമൽ ഒറിജിൻ. സോ എവറി ഡേ അവർ ഈച്ച് ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ വൺ ഓർ മോർ ഇൻഗ്രീഡിയൻസ് വിച്ച് ഈസ് ഓഫ് പ്ലാന്റ് ഓർ animal origin. So each ingredient contain different components that are needed by our body is called nutrients. So നമ്മുടെ ഈ പല ഫുഡിലുള്ള പല ഇൻഗ്രീഡിയൻസിൽ പല കോമ്പണൻസ് ഉണ്ടാവും അല്ലേ. നമ്മുടെ വെജിറ്റബിൾസിൽ അല്ലെങ്കിൽ മീറ്റില്, റൈസില്, വീറ്റില്, ഇതിലൊക്കെ പല കോമ്പണൻസ് കൊണ്ടാണ് നമ്മുടെ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദ ഡിഫറെന്റ് കോമ്പണൻസ് വിച്ച് ആർ കണ്ടെയ്ൻ ഇൻ ദ food items which is needed by our body, it is called nutrients. ഈ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനും നമ്മുടെ ഡെവലപ്മെന്റിനും നമ്മുടെ ഏതെങ്കിലും ബോഡി പാർട്സ് റിപ്പയർ ആയിട്ടുള്ള ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുന്നതിനും, സോ വി നീഡ് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള എനർജി കിട്ടുന്നതിനും ഇതിനൊക്കെ നമുക്ക് ന്യൂട്രിയൻസ് ആവശ്യമാണ് നമ്മുടെ ബോഡിക്ക് അല്ലേ. സോ വേർ വി ഗെറ്റ് ദ ന്യൂട്രിയൻസ്
we get the nutrients from the food we are consuming. So what do you mean by nutrients? So each the different components which are contained in the food items that are needed by our body, it is called nutrients. So that nutrients is needed by our body. നമ്മുടെ ഒരു ചെറിയ കുട്ടിയായിരുന്നു ഉണ്ടെങ്കിൽ അവരുടെ ഗ്രോത്തിന് ന്യൂട്രിയൻസ് ആവശ്യമാണ് അല്ലേ? സോ ലൈക്ക് എന്താണ് പ്രോപ്പർ ഗ്രോത്തിനും അതുപോലെ പ്രോപ്പർ ഡെവലപ്മെന്റിനും പിന്നെ നമുക്ക് എന്താണ് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഫുഡിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് നിന്നാണ് നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നത്. സോ the different components that is present in food items that are needed by our body, it is called nutrients. So let's see what are the major nutrients in our food. So first one is carbohydrates, second one is proteins, third one is fat, fourth one is vitamins, and fifth one is minerals. So these are the major nutrients present in our food that are needed by our body. നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി ഓഫ് ന്യൂട്രിയൻസ് വി ആർ ഗെറ്റിംഗ് വിച്ച് ഈസ് നീഡഡ് ബൈ അവർ ബോഡി ഫോർ അവർ ഗ്രോത്ത്, ഫോർ അവർ ഡെവലപ്മെന്റ് ആൻഡ് for the energy which is needed for our daily activities. So what are the major nutrients in our food? First one is carbohydrates, second one is proteins, third one is fat, fourth one is vitamins, fifth one is minerals. So apart from that, food contains dietary fibers and water. എന്താണ് ചില ഓട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ ഇറ്റ്സ് കണ്ടെയ്ൻ ഡയറ്ററി ഫൈബേഴ്സ്, നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫൈബറസ് ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടുന്നുണ്ട് നമുക്ക് അല്ലേ ഫുഡിൽ നിന്ന്. അതുകൂടാതെ വാട്ട് വി ഗെറ്റ് water also we get from the food. So these are the major components we are getting from our food for our daily activities. So what are the nutrients എന്ന് പറഞ്ഞാൽ എന്താണ്? The different components which is needed by our body that we are getting from our food. Okay, നമ്മുടെ ബോഡിയുടെ ഡെയിലി ആക്ടിവിറ്റീസിനും ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള different components that we are getting from our food, it is called nutrients. So major nutrients in our food are what? Carbohydrates, proteins, fats, vitamins and minerals. So apart from the major nutrients, we are getting dietary fibers and water also from our food. So we will see some of the examples of food for these nutrients. Okay, carbohydrate examples എന്താണ്? Rice is one of the rich carbohydrate source. We are consuming rice every day, right? So rice, cereals, ധാന്യങ്ങളില്ലേ, like wheat, oats, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അതിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ലൈക്ക് അപ്പം മേജർ ആണ് ഞാൻ പറഞ്ഞത്. there are variety of food from where we are getting carbohydrates. So I'll give you 2-3 examples like rice, cereals, oats. Okay, then we will see about protein foods. Protein foods എന്ന് പറയുന്നതാണ് one of the major source of protein is egg white is rich source of protein. So egg, then almond, badam എന്ന് പറയുന്നില്ലേ, almonds, then we got cheese, yogurt, തൈരിന്റെ ഐറ്റംസ്, പാലിന്റെ ഐറ്റംസ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻസ് we are getting they are rich source of protein. Then we will see about the fat foods എന്താണ്? cheese, cashew nuts. Then we are getting fat from the coconut oil also. നമ്മളെല്ലാ ഡെയിലി നമ്മുടെ കുക്കിങ്ങിന് കേരള, എസ്പെഷ്യലി ഇൻ കേരള, we use coconut oil as our cooking oil, right? So we are getting good amount of fat from the coconut oil also. So some of the example like cheese, cashew nuts, എന്താണ് കശുവണ്ടി, കശുവണ്ടി എന്ന് പറയത്തില്ലേ, then cashew nuts, then coconut oil also rich source of fat foods. Then വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട് അല്ലേ, ലൈക്ക് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, അങ്ങനെ പല പല വൈറ്റമിൻസ് ഉണ്ട്. സോ സം ഓഫ് ദ എക്സാമ്പിൾ, വൈറ്റമിൻ എയുടെ റിച്ച് സോഴ്സ് ആണ് ക്യാരറ്റ്, അതുപോലെ സ്പിനാച്ച്, ചീര എന്ന് പറയുന്നത്, ചീന, പൊട്ടറ്റോ, അങ്ങനെ ഒരുപാട് ഫുഡ്സ് ഉണ്ട്. സം ഓഫ് ദ എക്സാമ്പിൾ ഐ എം ടെല്ലിങ്. സോ ദീസ് ആർ ഓൾ വൈറ്റമിൻ റിച്ച് ഫുഡ്സ്. ഓക്കെ, ദെൻ മിനറൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, ഇതൊക്കെയാണ് മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫ്രം വെയർ വി ഗെറ്റ് മിനറൽസ്? അഗെയിൻ ചീസ്, നട്ട്സിനകത്ത് നിന്ന് കിട്ടും, വെജിറ്റബിൾസ് നിന്ന് കിട്ടും. ഓക്കെ, അയണിന്റെ റിച്ച് സോഴ്സ് ആണ് ചീര, മുരിങ്ങയില, ഇതൊക്കെ പറയുന്നുണ്ടല്ലേ. ദാറ്റ് ഈസ് റിച്ച് സോഴ്സ് ഓഫ് അയൺ.
So these are some of the examples of nutrients from nutrient rich foods from when daily നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് കിട്ടുന്ന some of the examples I have given here. Now I'll share you one video with you all. Okay. എന്ത് Please wait, അത് കണക്ട് ആവുന്നേ ഉള്ളൂ. Please wait. Okay. എത്ര മൃദുലം സ്പർശിക്കാതിരിക്കാനേ കഴിയില്ല. ആലോവേരയുടെ സോഫ്റ്റ്നെസ് ഇപ്പോൾ വെളിച്ചെണ്ണയുടെ പോഷണത്തിനൊപ്പം. പാരഷൂട്ട് ആലോവേര ഇപ്പോൾ വെറും 39 രൂപയ്ക്ക്. Hi friends, today we will study components of food.
A substance which is essential for maintaining life and for growth is called a nutrient. Our food has 5 major nutrients, which are carbohydrates, fats, proteins, vitamins and minerals. Our food has 7 components, which contains 5 nutrients plus water and roughage. Let us study the function of each of these components. Carbohydrates provide energy to our body. Glucose, sugar and starch are examples of carbohydrates. The main carbohydrates that we eat in our food is starch, which comes from cereals like wheat, rice, maize, millets, etc. Other common sources of carbohydrates are potato, sweet potato, sugar, jaggery and honey. Fruits like banana, mango, melon and papaya also contains carbohydrates. Like carbohydrates, fats also provide energy to our body. In fact, fats provides us twice as much energy as that provided by same amount of carbohydrates. For example, a little amount of butter, which is a fat, provides much more energy than a large slice of a bread, which is a carbohydrate. Fats are the richest source of energy. Both fats and carbohydrates provide energy. Hence, foods containing fats and carbohydrates are called energy-giving foods. Fats can be obtained from plants and animal sources. Plant sources of fats are groundnut oil, mustard oil, sunflower oil, coconut oil, etc. And animal sources of fats are butter, ghee, milk, cheese, eggs, and meat, etc. Friends, fats and oils are similar substances. The only difference is that fats are solid and oils are liquid at room temperature. Proteins are the substances that are needed for the growth and repair of our body. Foods containing proteins are known as bodybuilding foods. The various foods rich in proteins are milk, cheese, pulses, peas, beans, fish, chicken, etc. Foods such as pulses, peas, beans, soybean are sources of plant proteins. And foods like milk, cheese, fish, meat, chicken and eggs are sources of animal proteins. Most of the food materials usually contain more than one nutrient. However, in a given food material, one particular nutrient may be in much larger quantity than the other. For example, rice contains large carbohydrates. Hence, rice is said to be a carbohydrate-rich food. Similarly, butter is a fat-rich food and chicken is a protein-rich food. Vitamins are necessary for good eyesight, healthy bones, teeth and gums, and proper digestion and normal growth. Vitamins help in protecting our body against diseases. Though vitamins are needed in small quantities, their presence is essential in our food. Some of the important vitamins are vitamin A, vitamin B1, vitamin B2, vitamin B6, vitamin B12, vitamin C, vitamin D, vitamin E and vitamin K. Our body needs all these vitamins in small quantities to remain healthy. Let us understand the functions of some of the vitamins and their sources. Vitamin A is necessary for good eyesight, healthy skin and hair. The important sources of vitamin A are milk, butter, carrot, fish liver oil, eggs, green vegetables, mango and papaya. Vitamin B1 is essential for growth and proper functioning of digestive system, heart, nerves and muscles. The important sources of vitamin B1 are milk, eggs, meat, whole grains, potato and green vegetables. Vitamin C is necessary for keeping teeth, gums and joints healthy. It also increases the resistance of our body to infections and helps in fighting diseases. Vitamin C is present in citrus fruits like orange, lime and lemon. Tomato, guava and green vegetables are also other important sources of vitamin C. Vitamin D is necessary for normal growth of bones and teeth. Vitamin D helps in absorption of calcium from food, which makes bones and teeth strong. Vitamin D is present in foods like milk, fish, eggs, butter and fish liver oil. Some vitamin D is also made in our body when the skin is exposed to sunlight. Minerals are required by our body for proper functioning, good health and normal growth.
Some important minerals needed by our body are calcium, phosphorus, iron, iodine, sodium and potassium. Let us see the functions of some of the minerals in our body and their important food sources. Calcium is needed for making bones and teeth. It is also required for proper functioning of heart and other muscles and clotting of blood. Foods which are rich in calcium are milk, cheese, eggs, green leafy vegetables and fish. Like calcium, phosphorus is needed for the formation of bones and teeth. Some of the sources of phosphorus containing food are milk, pearl millet, banana, pulses and green leafy vegetables. Milk contains both calcium and phosphorus in good amounts. There is a thyroid gland situated in the neck of our body. It controls growth of our body. Iodine is essential for the proper functioning of thyroid glands. The various sources of iodine in our food are sea fish, fruits, vegetables and iodized salt. Iron is required to make hemoglobin present in red blood cells, which carries oxygen from the lungs to other parts of the body. Some sources of iron in our food are spinach, other leafy vegetables, apples, eggs, liver, cereals, pulses and groundnuts. Water is essential for life, but it has no food value in our body. But a person can live without food for several weeks. However, he would die in few days without water. Water provides a liquid in which other substances can dissolve and move within the body or eliminated from the body. The important functions of water in our body are transporting digested food to the body cells, transporting important chemicals such as hormones around the body, removing waste products from the body, and controlling and regulating the body temperature. We get most of the water that our body needs by drinking water, milk, tea, coffee and juice, etc. Fresh fruits and vegetables also provide us a lot of water. Roughage is the fibrous matter in our food which cannot be digested. It is mainly made up of indigestible carbohydrate called cellulose. Like water, roughage does not provide any nutrient to our body, but its presence is essential for the normal working of the digestive system. Roughage is present in good amount in fruits, vegetables, whole meal flour products like chapati and whole meal bread. Balanced diet. The diet which contains adequate amount of all the nutrients like carbohydrates, fats, proteins, vitamins and minerals is called as a balanced diet. Balanced diet also contains sufficient amount of water and roughage. A balanced diet is not same for all age groups or occupations, and it varies on age of the person and occupation of the person. Deficiency diseases. A disease which arises due to lack of nutrients in our diet over a long period of time is called as deficiency disease. Let us see some various deficiency diseases